മറൈൻ ഡ്രൈവിന്റെ വഴിയോരത്ത് പുല്ലാങ്കുഴലുമായി ഒരാളിരിപ്പുണ്ട്. പ്രകാശേട്ടൻ. ചെവി കൊടുക്കുന്ന ആരെയും അമ്പരപ്പിക്കും ഈ കലാകാരൻ. നമുക്ക് പ്രകാശേട്ടനെ പരിചയപ്പെടാം. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവും കാണാം. നമസ്കാരം. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എത്തുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. പ്രകാശേട്ടൻ അദ്ദേഹം തന്റെ ജീവിത മാർഗമായിട്ട്, തന്റെ ഉപജീവന മാർഗമായിട്ടാണ് സംഗീതത്തെ കാണുന്നത്. അദ്ദേഹം ഈ ഓടക്കുള്ളിലൂടെ നിരവധി ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഇവിടെ ഒരു സംഗീത വിരുന്ന് തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ഒരുക്കുന്നത്. ചേട്ടന്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൃശ്ശൂർ. എൻ്റെ പേര് പ്രകാശൻ. തൃശ്ശൂർ ജില്ലയിലെ പോന്നൂര് എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നോളം പോണ വഴിയിൽ കൈപ്പുറമ്പ് എന്ന സെൻ്ററുണ്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ അടുത്താണ് പോന്നൂര്. ചെറിയൊരു ഗ്രാമമാണ്. മറൈൻ ഡ്രൈവിന്റെ വൈകുന്നേരങ്ങൾ ഈ പുല്ലാങ്കുഴൽ ഇണങ്ങളാൽ മുഖരിതമാണ്. തൃശൂർ പൊന്നൂർ സ്വദേശിയായ പ്രകാശേട്ടൻ എല്ലാ ദിവസവും ഇവിടെ എത്തും. ലോട്ടറി ബിസിനസ്സായിരുന്നു പ്രകാശന്റെ പ്രധാന ഉപജീവന മാർഗം. കോവിഡ് ചതിച്ചതോടെയാണ് പണ്ട് പഠിച്ചു മറന്ന സംഗീതം പൊടിതട്ടിയെടുത്തത്. നമുക്ക് ഈ കൊറോണ കാലം അതിനോടനുബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നൊരു തൊഴിൽ വലിയ ബാധ്യതയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ നാടടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഈ ഫ്ലൂട്ടിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. റാസാൻ ബീഗത്തിന്റെ ഓമലാളെ നിന്നെ ഓർത്ത് അതിമനോഹരമായാണ് പ്രകാശൻ പാടുന്നത്. കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം, കടലു നീ എന്നറിയുവോളം, ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. ആരും അറിയാതെ ഇങ്ങനെ ഒരരികിൽ കൂടി കടന്നുപോയി കാലം കഴിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക് ചുറ്റും. ഒരു കൈ പിടിച്ചുയർത്താനുണ്ടായാൽ ഒരുപക്ഷെ അവർ ലോക നിലവാരത്തിലേക്ക് ഉയർന്നേക്കാം. ആ വിരൽത്തുമ്പ് കാത്തിരിക്കുകയാണ് പ്രകാശേട്ടൻ. കയ്യിലുള്ള ഒരു കല കൊണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിക്കാണല്ലോ പ്രകാശേട്ടൻ. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് അത്? എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സജീവ് എന്ന പേര്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷേ ചെറിയ വാക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശേട്ടനെ ഇവിടെ എന്നും വരണം, ഇവിടെ വന്ന് വായിക്കണം. പ്രകാശേട്ടനെ ഒരാൾ രക്ഷിക്കാനായിട്ട് ഒരാൾ ഇവിടെ വരും. ആ വരുന്ന നേരത്ത് പ്രകാശേട്ടൻ ഇവിടെ ഇല്ലാതിരിക്കരുത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മരണം വരയ്ക്കും, നമുക്ക് നമ്മുടെ ജീവിതം അവസാനം വരയ്ക്കും നമുക്ക് ഇവിടെ വരാനായിട്ടുള്ളൊരു ഇതുണ്ട് പറയുന്നത്, നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരാളെ കാത്തിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഇരിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയാണ്. കാത്തിരിപ്പിന്റെ പാതയിലാണ് പ്രകാശേട്ടൻ. അതിജീവനമാണെങ്കിൽ കൂടിയും സംഗീതം കൊണ്ട് മാലോകരെ മുഴുവൻ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.